നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി തിരച്ചിൽ ഊർജിതം. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായി. തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ സബ് കളക്ടർ നേരിട്ടെത്തി നടപടികൾ പൂർത്തിയാക്കി. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. തൃശൂർ നഗരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിന്റെ മുകളിൽ ബോട്ട് അപകടകരമായ രീതിയിൽ കെട്ടിവെച്ച് കൊണ്ടുപോയത് മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. പിക്കപ്പ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. 27,500 രൂപ പിഴ ഈടാക്കി. വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ സ്കൂട്ടർ യാത്രിക്ക് നേരെ തെരുവുനായുടെ ആക്രമണം. രക്ഷപ്പെടാൻ ശ്രമിക്കവേ സ്കൂട്ടറിൽ നിന്ന് വീണ് മണലിത്തറ സ്വദേശിനിക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പുതുക്കാട് തിരിതെളിഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം പറപ്പൂരിൽ തുടരുന്നു. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. കാട്ടൂരിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യകാല പാർട്ടി പ്രവർത്തകനും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന KK മൊയ്തീൻ കുഞ്ഞിന്റെ ചരമവാർഷികം ആചരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്ന ഫാസിലിന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രക്തസാക്ഷി ദിനാചരണം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബീദാസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടെ പട്ടിപ്പറമ്പിൽ നടപ്പാക്കിയ ആയുഷ്മാൻ തിരുവില്ലാമലയിലെ ആരോഗ്യ മന്ദിർ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷനായി. പഴയന്നൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയ നീർണമുക്ക് പാടശേഖരത്തിലേക്കുള്ള ജലസേചന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് PK മോഹനൻ, സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മുൻ പഞ്ചായത്ത് അംഗം PV നാരായണസ്വാമി അനുസ്മരിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP കെട്ടിടം തുറന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമനിധി ബോർഡിന് 70 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രകടനം നടത്തി. ഏരിയ പ്രസിഡന്റ് PK സലീം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികൾക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ രംഗത്ത് സജീവമായ പുണ്യാളൻ ബ്രദേഴ്സ് സംഘടനയുടെ വാർഷികവും കുടുംബസംഗമവും ആഘോഷിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയും മറ്റത്തൂർ പഞ്ചായത്ത് 12ാം വാർഡ് വയോജന ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷയായി. കലോത്സവം നാളെ വൈകിട്ട് സമാപിക്കും. കടവല്ലൂർ പഞ്ചായത്തിലെ 80 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. സ്പോർട്സ് കിറ്റ് വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. മോട്ടോർ വാഹന വകുപ്പ് അശാസ്ത്രീയമായി നടപ്പിലാക്കിയ ലേണിംഗ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നാളെ സംസ്ഥാന വ്യാപകമായി RTO ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ മഹിളാ വിഭാഗമായ ജനനിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഗുരുവായൂരിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. വിശ്വാസ സംരക്ഷണ കൂട്ടായ്മ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ രാധാദേവി ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടകര പഞ്ചായത്ത് LDF
പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വികസന സെമിനാർ CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷന്റെ 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൌൺസിൽ യോഗം ചേർന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. മച്ചാട് സ്കൂളിന് വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. മീറ്റ് ദ കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംബന്ധിച്ച മച്ചാട് സ്കൂളിലെ കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം 10 സൈക്കിൾ വിതരണം ചെയ്തതാണ് കളക്ടർ പാലിച്ചത്. തളിക്കുളത്ത് തൃശൂർ ബാറിലെ അഭിഭാഷകൻ മുഹമ്മദ് സാബത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അയ്യന്തോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാ കോടതിക്ക് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചത്. കയ്പമംഗലം മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. മതിലകം OLF ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. VR സുനിൽകുമാർ MLA മേള ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷത വഹിച്ചു. 9 വർഷമായി കല്ലേറ്റുംകരയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആളൂർ പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 19 സെന്റ് ഭൂമിയുടെ അനുമതി പത്രം കൈമാറി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് അനുമതി പത്രം കൈമാറി. BJP അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റി ആളൂർ കോൾക്കുന്നിൽ ഒരുക്കിയ കുടിവെള്ള പദ്ധതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ അധ്യക്ഷനായി. പറപ്പൂർ സെന്റ് ജോൺ നെപ്യൂംസിയാൻ ഫൊറോന ദേവാലയത്തിൽ പുതുക്കിയ സെമിത്തേരി പൂന്തോട്ടം മാർ ബോസ്കോ പുത്തൂർ വെഞ്ചരിച്ചു. സെമിത്തേരി പള്ളി പുതുക്കി നിർമ്മിക്കുകയായിരുന്നു. താന്നിയം മണ്ഡലം കോൺഗ്രസ് 4ാം വാർഡ് കൂട്ടായ്മയുടെയും നെഹ്റു സ്റ്റഡി സെന്ററിന്റെയും നേതൃത്വത്തിൽ എന്റെ വീട്ടിലും വെണ്ട എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.